കുഞ്ഞിന്റെ ബർത്ത്ഡേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ മിറായി ഇത് ഒന്നാമത്തെ പെരുന്നാളാണ്. നമുക്കിന്നൊരു വ്ലോഗ് പോലെ സെറ്റ് ചെയ്യാൻ നമ്മുടെ ചാനലിലെ ഫസ്റ്റത്തെ വ്ലോഗാണ്. അത് നമ്മുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ തന്നെ ആവട്ടെ ഞാൻ വിചാരിച്ചു. നമ്മളിതൊരു വ്ലോഗൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കിന്ന് ബർത്ത്ഡേ ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യണേ എന്നൊക്കെയാണ് ഞാൻ വീഡിയോ കാണിക്കണത്. അപ്പൊ അങ്ങനെ ഇന്ന് ഫസ്റ്റ് അമ്പലത്തിൽ പോവാ. അതാണ് ഫസ്റ്റത്തെ ഒരു ചടങ്ങ് പറഞ്ഞത്. അപ്പൊ നമ്മ അമ്പലത്തിൽ പോകാൻ വേണ്ടിയാവാണ്. അപ്പൊ ഞങ്ങൾക്ക് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അങ്ങനെ അച്ഛമ്മയുടെ ഒരു കുളിയും പാസ് കുഞ്ഞ് റെഡി ആവുകയാണ്. അമ്മ കുളിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഗ്യാപ്പിൽ റെഡി ആവാൻ പറ്റി. ഇന്ന് കുഞ്ഞിനെ ഒരു സെറ്റിൻ്റെ ഉടുപ്പാണ് ഇടിയിക്കണത്. അമ്പലത്തിലേക്ക് പോകണോണ്ട് തന്നെ പണ്ടത്തെ പോലെ നമുക്ക് ഇതൊന്നും തരില്ല. എന്തെങ്കിലും കൈ കൊടുത്താലൊക്കെ ഇടുന്നല്ലോ. ആൾക്കാണെങ്കിൽ ഉടുപ്പിടുന്ന ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ മൂന്നുപേരും റെഡിയായി ഇറങ്ങുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ചിക്കങ്ങാട് ഇറങ്ങി അവിടെ ഇറങ്ങുക. അതുകൊണ്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റാറില്ല. അപ്പൊ ബൈക്കിലൊക്കെ പോകുമ്പോൾ കുഞ്ഞ് നല്ല മിടുക്കിയായിട്ട് ഇരുന്നുള്ളൂ. ഒച്ചപ്പാടും പേടൊന്നും ഇല്ല. കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും. ബൈക്കിലിരിക്കുമ്പോൾ ഇങ്ങനെ ഒരാളുണ്ടെന്നേ നമുക്കറിയില്ല. നമ്മൾ ഇന്ന് പോണത് ആനാപ്പുഴ അമ്പലത്തിലാണ്. നമ്മുടെ കല്യാണവും അവിടെ ചോറൂണൊക്കെ നടത്തിയത് ആനാപ്പുഴ തന്നെ. പിറന്നാളായിട്ട് നമ്മൾ അവിടെ തന്നെ പോകുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. പുഷ്പാഞ്ജലിയും ദേവിക്കൊരു പായസവും നേർന്ന് റെസീറ്റ് എടുത്ത് അമ്പലത്തിൽ തൊഴുതിറങ്ങി ചന്ദനം തൊടയാണ്. കണ്ണാടിയാണല്ലോ നമ്മുടെ മെയിൻ. അപ്പോൾ നമ്മൾ കണ്ണാടിലൊക്കെ ഉണ്ട് കണ്ണൊക്കെ തൊട്ട് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കുഞ്ഞിനെ അവിടെ നടക്കി തിരിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇപ്പൊ ഒരുമാതിരി ചിരിയൊക്കെയാണ്. പല്ലൊക്കെ വന്നുകൊണ്ട് ചിരിയൊക്കെ മാറിയ പോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു പറയണേ. പണ്ടത്തെ ചിരിയല്ല ഇപ്പം. അങ്ങനെ അമ്പലത്തിന് ചുറ്റും വല്ലമൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞിനെ കയ്യിൽ പ്രാർത്ഥിച്ച് അവിടെ ഒക്കെ വന്നിട്ട് എന്തൊക്കെയോ പോലെ ഇരിക്കണ്ടായിരുന്നു. പിന്നെ വെയിലായതുകൊണ്ട് തണൽ വന്നപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് നടത്തിച്ച്. ഇവിടെ നമ്മൾ വന്നല്ലേ അപ്പം ഒന്ന് നടന്നോട്ടെന്ന് ചോദിച്ച് ഇപ്പം ഒറ്റ കൈയൊക്കെ ഇട്ട് നടക്കാനൊക്കെ തുടങ്ങി. തന്നെ നടക്കില്ലെങ്കിലും ഒരു കൈയൊക്കെ പിടിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം നടത്തിച്ച് അതിൻ്റെ ഇടയിൽ ആകാശത്തൂടെ പ്ലെയിൻ പോകുന്നുണ്ടായിരുന്നു. അത് നോക്കി നിൽക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വീഡിയോ നോക്കാൻ പറഞ്ഞിട്ട് നോക്കണില്ല. അതെന്നെ നോക്കിക്കൊണ്ടിരിക്കാം. അവൾക്ക് പ്ലെയിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പതിയിറങ്ങാന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ചെറിയ വീഡിയോ കൂടി എടുത്ത് നമുക്ക് റീൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നിന്നതാണ്. നമുക്കതിന് പറ്റിയില്ല. അപ്പം ഇങ്ങനെ ചെയ്ത് ഇപ്പം എന്താണെന്ന് അറിയില്ല. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അമ്മ മതി. അച്ഛൻ്റെ അടുത്ത് പോയി ഭയങ്കര കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത്തിറങ്ങി. നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലൂടെ ഇനി പോകാനുണ്ട്. അപ്പം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വീണ്ടും ബൈക്കിൽ കയറി അവളുടെ കാഴ്ച തുടങ്ങി. അവളിങ്ങനെ മാനത്ത് നോക്കിയിരിക്കാം. എന്തൊക്കെയൊക്കെയോ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഫോൺ കാണിച്ചപ്പോൾ അതൊന്നും നോക്കണം. അവൾക്ക് കാഴ്ച കാണാൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വഴിക്ക് വെച്ച് ചേട്ടൻ്റെ ഫ്രണ്ടിനെ കണ്ട്. അപ്പം ചേട്ടൻ്റെ ഫ്രണ്ട് കൊടുത്താണ് അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഫസ്റ്റ് കിട്ടിയത്. എനിക്ക് ഇതന്നെ ഡയറി മിൽക്കായിരുന്നു. അവൻ കൊച്ചിന് കഴിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് തന്നെ കഴിക്കാമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ വന്നൊരു ചായ ഉണ്ടല്ലോ. നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ അടുത്തൊരു ചായ കുടിക്കാൻ ഇറങ്ങി. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കേണ്ട അപ്പുറത്തുള്ള കടയിലും പിന്നെ വേറൊരു നമുക്ക് ബലൂണൊക്കെ സെറ്റ് ചെയ്യണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മുടെ ബർത്ത്ഡേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് കൊടുങ്ങല്ലൂർ ഒരു ഷോപ്പിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. എന്തായാലും അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. നമുക്കൊരു ഫങ്ഷന് വേണ്ട മിക്ക സാധനങ്ങളും ആ സാധനം ഞങ്ങൾ ഇപ്പോഴും അവിടെ പോകുന്നു. അവിടെ ചെന്നപ്പോഴേക്കും കൂടെ ഒരാൾ ദേഷ്യവും കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ അവിടുത്തെ പർച്ചേസിങ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ഫോട്ടോ പ്രിൻ്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഫോട്ടോസ് കുറച്ചും കൂടി കൊടുക്കണ്ട. അതൊക്കെ കൊടുക്കാൻ വേണ്ടി അവിടെയും കയറി. പിന്നെ വണ്ടി ചെറിയപ്പോഴേക്കും കുഞ്ഞ് ഉറക്കമായി. വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മയുടെ ചീത്തയും കേട്ടു. വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് അവൾ ഓക്കെ. അവളുടെ വാക്കറി കയറി അവളെ ഇറക്കിയിട്ടുള്ളൂ. ഇപ്പോഴത്തെ കുടുത്തൊക്കെയാണ് നിന്ന് വെച്ച് ഇനി വാക്കറിലൊക്കെ പോയിട്ട് അവൾക്ക് എത്തണ സാധനങ്ങളൊക്കെ വലിച്ച് നിൽത്തത്. അത് തന്നെയാണ് അവളുടെ കുടുത്തൊക്കെ. അപ്പം നമ്മുടെ അമ്പലത്തിലൊക്കെ പോയി വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഒരു സദ്യ ചെറിയൊരു സദ്യ അവൾക്ക് മാത്രമായിട്ട് കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നാളെയാണ് ബർത്ത്ഡേ പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്തേക്കണേ. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം അതിന് പിന്നെ തിരക്കിലാണ് എല്ലാവരും. അപ്പം നമുക്കിനി സദ്യയിൽ എന്തൊക്കെയാണെന്നൊക്കെ അടുത്ത വീട്ടിൽ നമുക്ക് കാണാം. ഉച്ചയായപ്പോഴേക്കും നമ്മുടെ അവിടെ മഴയൊക്കെ പെയ്തു. അമ്മയും ചേട്ടനും കൂടി അവിടെ വീടിൻ്റെ സൈഡിലൊക്കെ ഉള്ള മരങ്ങളൊക്കെ വെട്ടിയിരുന്ന പരിപാടിയൊക്കെ ആയതുകൊണ്ട്
അത് കഴിഞ്ഞ് നമുക്ക് ഉണ്ണിക്ക് ചെറിയ രീതിയിൽ ചുരുക്കമായിട്ടൊരു ഊണ് സെറ്റാക്കി എടുത്ത് വലിയ കറികളൊന്നുമില്ല, ചെറിയൊരു സാമ്പാറും ഒരു അവിയലും പിന്നെ അച്ചാർ, അത്ര കിട്ടുള്ളൂ. വലിയ ഇതായിട്ടുള്ള സദ്യ ഒന്നുമല്ല, അവൾക്ക് മാത്രമായിട്ട് ഒരു കുഞ്ഞു സദ്യ. പിന്നെ അവളുടെ ഫേവറേറ്റ് പപ്പടം ഒരു അച്ചാറും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സേമിയ പായസം ഉണ്ടാക്കിയത്. അങ്ങനെ നമുക്ക് പിറന്നാൾ സദ്യ കൊടുത്തു. അവള് തന്നെ വാരി കഴിക്കാറൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ ഇന്ന് പറ്റി കഴിക്കുള്ളൂ. പിന്നെ ഞാൻ വാരി കൊടുത്തു, രണ്ടൊന്നും വായിച്ച് പിന്നെ ആ ചോറെടുത്ത് ഞാൻ തന്നെ അടിച്ചു കൊടുത്ത്. കഴിക്കാനൊക്കെ ഭയങ്കര മടിയായി, ഇപ്പോഴാണൊന്ന് കഴിച്ചു തുടങ്ങിയതൊക്കെ. അങ്ങനെ പെരുന്നാൾ സദ്യ എന്ന രീതിയിലൊക്കെ ഒരു സദ്യ അവൾക്ക് കൊടുത്തു. അങ്ങനെ ഞാൻ കൊടുത്തു. പിന്നെ പപ്പടം ഇഷ്ടമായതുകൊണ്ട് പപ്പടം കുറച്ചൊക്കെ തിന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പായസം കൊടുത്തു. പിന്നെ പായസത്തിന്റെ മധുരമൊന്നും അങ്ങനെ ഇഷ്ടമല്ല എനിക്ക്, അതുകൊണ്ട് ഞങ്ങൾ പായസം അങ്ങനെ കഴിച്ചില്ല. പിന്നെ അമ്മാമ്മയുടെ വക സദ്യ കൊടുക്കലേ. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേക്ക് കിടന്നുറങ്ങി. നാളെ നമുക്ക് ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് 2-3 വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നാളത്തെ പരിപാടിക്ക് പോയി നമുക്കൊക്കെ ഒന്ന് ക്ലീനപ്പ് ഒക്കെ ചെയ്തു. അപ്പോൾ അത് രാവിലെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി വൃത്തി വെച്ചിട്ടുണ്ട്, അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇനി ഞാൻ റെക്കോർഡ് ഇടാൻ നോക്കും. ഓക്കെ, ബൈ.